നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത് ഒട്ടും ഞെട്ടിപ്പിക്കാത്ത വിധം സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ആനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത്. ഈ വർഷം കൊല്ലപ്പെടുന്ന 9ാമത്തെ ആൾ എന്നതുകൂടി നമ്മൾ കാണേണ്ട കാര്യമാണ്. പാനലയ്ക്ക് വനമേഖലയിൽ ജീവിക്കുന്ന, വനയോരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് സ്വാസ്ഥ്യ ജീവിതം ഇല്ലാതായിട്ട് എത്രയോ നാളുകളായി. നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അതിന് ഒരു സ്ഥിരം പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാൻ, അവർക്ക് സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള ഒരു ജീവിതം ഉറപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായ പരസ്പരം ഏറ്റുമുട്ടലുകളിൽ സത്യത്തിൽ ഈ വിഷയത്തിൻ്റെ ഉള്ളടക്കം ചോർന്നു പോകുന്നുണ്ടോ? എങ്ങനെയാണ് നമുക്ക് ആത്യന്തികമായ പരിഹാര ഫോർമുലയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുക? ആ വിഷയം സംസാരിക്കുകയാണ് ഈ ചർച്ചയിൽ VP സജീന്ദ്രൻ, കോൺഗ്രസിൽ നിന്ന് സമ്പത്ത്, CPIM നേതാവ് MK ഹരിദാസ്, പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രതിനിധി പോൾ മാത്യൂസ്, കിഫ എന്ന കർഷക സംഘടനയുടെ പ്രതിനിധി എന്നിവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആദ്യം ശ്രീ ഹരിദാസ്, നോക്കൂ, ഇവിടെ നിരന്തരമായി ഇങ്ങനെ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുകയാണ്. ഓരോ ദിവസവും എന്നോണം വലിയ ആക്രമണങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. ചില ദിവസം നിർഭാഗ്യമെന്ന് പറയട്ടെ, മരണവാർത്തകൾ തന്നെയും വരുന്നു. അപ്പോൾ എല്ലായിടത്തും സർക്കാരിൻ്റെ അതോറിറ്റീസിൻ്റെ ആളുകൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്, സമാശ്വസിപ്പിക്കുന്നുണ്ട്, സഹായധനം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫൈനൽ ഫോർമുല ഉണ്ടാക്കാൻ, ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്വം താങ്കൾ ആരിലാണ് കാണുന്നത്? നിഷാദെ, സമ്പന്ന രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ ഒരു 10 ദിവസമായിട്ട് കേരളത്തിൽ വയനാട്ടിലും ഇപ്പോൾ ഈ ഉണ്ടായ സംഭവങ്ങളും ഇപ്പോൾ കുറച്ച് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കോഴിക്കോട് കാട്ടുപോത്ത് കുത്തിയിട്ട് ഒരു വയോധികൻ മരിച്ചു. അതുമാതിരി തന്നെ തൃശ്ശൂർ പെരിങ്ങൽകൂത്തിൽ ഒരു ആന ചവിട്ടിയിട്ട് ഒരു സ്ത്രീ കൂടി മരിച്ചു. അപ്പോൾ ഈ സംഭവങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ മക്കളൊക്കെ അവിടെ ചേക്കേറിയുണ്ട്. അവരോടൊന്നും ചോദിച്ചപ്പോൾ സമ്പന്ന രാജ്യങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പിന്നെയാണോ നമ്മുടെ കേരളം സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളത്തിന് ഇതിനൊരു ശാശ്വത പരിഹാരം? അതായത് ഏത് സർക്കാർ ഭരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അല്പം മാറിയിട്ട് ഈ കോതമംഗലത്തുണ്ടായ സംഭവം അങ്ങേയറ്റം അപലപനീയമായി പോയി. ഒഴിവാക്കേണ്ടതായിരുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നായിട്ടുണ്ടായാലും അങ്ങേയറ്റം വീഴ്ച പറ്റിയിട്ടുള്ളൊരു ഇതാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷം ഈ കാണിക്കുന്ന ഓവർ ഇന്തൂസിയാസം കാണുമ്പോൾ ഇത് ഈ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടാക്കി മാറ്റാനുള്ളൊരു ശ്രമമാണോ എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകുമാറാണ് അവരവിടെ പെരുമാറിയിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മുടെ കടുത്തിരുത്തിക്കടുത്ത് കുറവിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്രമസമാധാനം സംരക്ഷിക്കാൻ വന്ന ഒരു പാവം പോലീസ് സബ് ഇൻസ്പെക്ടറുടെ ചെകിടത്തടിച്ച DYFIക്കാരനും ഇന്ന് ഈ DYSP എന്ന് പറയുന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചത്ത് പിടിച്ച് തള്ളുന്ന എറണാകുളം DCC പ്രസിഡന്റും അതുപോലെ തന്നെ അദ്ദേഹം ഒരു കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നിട്ടുള്ള വാക്കുകളാണോ ഈ പോലീസുകാരുടെ മുഖത്ത് നോക്കിയിട്ട് ഉപയോഗിക്കുന്നത്? വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായ പ്രശ്നത്തിൽ പോലീസുകാർ ഭരിക്കുന്നവരുടെ ചട്ടുകമാണ് പോലീസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിപ്പോൾ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് നാളെ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് VD സതീശൻ പറയുന്നത് പ്രവർത്തിക്കാനേ അവർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ VD സതീശനോടും അതുമാതിരി തന്നെ മാത്യു കുഴൽനാടനോടും ഒരു പക പോക്കാനുള്ള അവസരം ഭരണപക്ഷം കൃത്യമായി വിനിയോഗിക്കുന്ന പോലീസുകാരുടെ നെഞ്ഞത്ത് കയറിയിട്ട് കാര്യമുണ്ടായിരുന്നില്ല. അതുമാതിരി തന്നെ ഒരു മൃതദേഹത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടി, ഇതൊക്കെ ഒഴിവാക്കണമായിരുന്നു. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. അതായത് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ വന്നിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ ഇതിനൊരു പഠനം സർക്കാർ നടത്തണം. ഈ സർക്കാരിന് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. എന്തുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നു? ഇപ്പോൾ ഇന്ന് ഈ കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ള വിവരപ്രകാരം ഞാൻ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ വിവരം എടുത്തതാണ്. എനിക്ക് ആനയോ കടുവയോ കൊന്നിട്ടുള്ള വിവരം എനിക്ക് എൻ്റെ അടുത്ത് രേഖകളായിട്ടില്ല. അതുമാതിരി തന്നെ രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2014 കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 3 പേര് മരിച്ചിട്ടുണ്ട്. അത് ഓൺ ദി സ്പോട്ടിലല്ല, കാട്ടുപന്നിയുടെ ആക്രമണങ്ങളിൽ പലപ്പോഴും ഗുരുതരമായ പരിക്ക് പറ്റിയവർ ആശുപത്രിയിൽ വെച്ചിട്ടാണ് മരിക്കുക. ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാട്ടുപന്നികൾ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാരണം കുറുക്കന്മാർ നാട്ടിൽ ഇല്ലാതെയായി. കാട്ടിൽ കുറുക്കന്മാരുടെ ആവാസ വ്യവസ്ഥയിൽ വന്ന വ്യത്യാസം കൊണ്ട് കുറുക്കന്മാരാണ് ഈ പന്നികൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ തിന്നിട്ട് ഈ പന്നികളുടെ വംശത്തിൻ്റെ വളർച്ച തടയാനുണ്ടായിരുന്നൊരു ഉപാധി അതില്ലാതായതോടുകൂടിയിട്ട് പന്നികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. നിത്യേന കാടിൻ്റെ പരിസരത്ത് നിന്ന് വരുന്ന വീഡിയോകളിലെ ഒരു ട്രെയിൻ
മൈലിൻ്റെ നീളത്തിലൊക്കെയാണ് കാട്ടുപന്നികൾ പോകുന്നത്. അപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഒരു അപകടമുണ്ടായിട്ട് 2 or 3 പേര് മരിച്ചുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഉമ്മൻചാണ്ടിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ എടുത്തു പറയട്ടെ, സദാചാരബോധത്തിൻ്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ വനവകുപ്പ് മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് അത് ഇത്തരത്തിലുള്ള നമുക്ക് പറയില്ല മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ഒരു എന്താ പറയേണ്ടത്, നീളമുള്ള മതിൽ കെട്ടാനോ നീളമുള്ള കമ്പിവേലി കെട്ടിയിട്ട് അതുകൂടി വൈദ്യുതി പായിക്കാനോ ഉള്ള സാമ്പത്തിക പരിതസ്ഥിതി ഉള്ളൊരു സംസ്ഥാനമല്ല കേരളം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ കാട്ടുമൃഗങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന എല്ലായിടത്തും പ്രതിരോധ മതിലുകൾ ഉണ്ടാക്കുക എന്നത് പല അർത്ഥത്തിൽ സാധ്യമല്ല, എന്തുമാത്രം പോസിബിൾ ആണ്. രണ്ടാമത്തെ നമ്മുടെ ഈ പൈസ ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ നിരന്തരമായി മനുഷ്യ മേഖലയിലേക്ക് ഇറങ്ങുന്നു? അത് എക്സസ് ആയതുകൊണ്ടാണോ, ക്യാരിയിങ് കപ്പാസിറ്റിക്ക് മുകളിലുള്ളത് കൊണ്ടാണോ, അവയെ കൊന്നാണോ അതിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടത് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ്. അല്ല, സമ്പത്ത് നോക്കൂ, ഇത് ഒരു ഗുരുതരമായ പ്രതിസന്ധിയായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു. 1 or 2 ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഏതാണ്ട് എല്ലാ ദിവസവും വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നു, എല്ലാ ആഴ്ചയും മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. സോ ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കപ്പെടുന്നുണ്ടെന്ന് വിശദീകരിക്കാമോ? നിഷാദെ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഇന്നിപ്പോൾ മീഡിയ വണിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൽ. ഇപ്പോൾ ഇവിടെ ശ്രീ ഹരിദാസ് സൂചിപ്പിച്ച ആ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം, മനുഷ്യജീവനാണ് ഏറ്റവും വിലപ്പെട്ടത്. മനുഷ്യജീവന് പകരമായി മറ്റൊന്നും തന്നെയില്ല. കോതമംഗലത്ത് ആ മുതിർന്ന സഹോദരി അത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ഇത് ആദ്യത്തേതല്ല. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലും അപ്പുറത്ത് കർണാടകത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഇന്ത്യയിൽ ഈ വനവും വന്യമൃഗങ്ങൾ ഉള്ളതുമായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ ഒരു അറുതി എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ ഈ ചർച്ച കൊണ്ട് മാത്രമായി തീരുന്നതായ ഒരു കാര്യമല്ല. 1972 വന്യജീവി സംരക്ഷണ നിയമം, അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അന്ന് നടപ്പാക്കപ്പെട്ടതായ ആ നിയമത്തിൻ്റെ വകുപ്പുകളനുസരിച്ച് ആക്രമണകാരിയായ ഒരു വന്യമൃഗത്തെ വെടിവയ്ക്കാൻ, ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ പലരും ചോദിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇതിനുള്ള അധികാരമില്ലേ എന്നുള്ളത്. മുമ്പ് മഹാരാഷ്ട്രയിൽ 13 മനുഷ്യരെ കൊന്ന് തിന്നതായിട്ടുള്ളൊരു നരഭോജിയായ കടുവ, ഒരു മനുഷ്യൻ്റെ 60% ആ ഹ്യൂമൻ ബോഡി അത് ഭക്ഷിച്ചതിനെ തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അത് ഷൂട്ടഡ് സൈറ്റ് ഓർഡർ അടക്കം പ്രഖ്യാപിച്ചു. അങ്ങനെ വെടിവെച്ച് കൊന്ന ഒടുവിൽ ഈ ഹൈക്കോടതി തന്നെ ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് ആ എടുത്ത നടപടികൾ എന്നുള്ളത് നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഈ കോതമംഗലത്ത് ഈ സംഭവമുണ്ടായി. ആ സംഭവം വാസ്തവത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിൽ കേരള കൗമുദിയിൽ ഈ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറായിരുന്ന ഡോക്ടർ EK ഈശ്വരൻ്റേതായിട്ടുള്ള കുറേ നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ എന്നുള്ളത് സംബന്ധിച്ച്. ഇത് സംബന്ധിച്ചുള്ള നമ്മൾ പ്രത്യേകിച്ചും കടുത്ത വേനലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. 40 ഡിഗ്രി സെൽഷ്യസിനപ്പുറമായി കേരളത്തിലെ തന്നെ പല പ്രദേശങ്ങളിലും ചൂട് കൂടുന്നു. കാട്ടിൽ ഇവർക്ക് ഈ വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്തതായിട്ടുള്ള പച്ചിലയും മറ്റു കാര്യങ്ങളും കിട്ടുന്നില്ല. പലയിടത്തും വരണ്ടു തുടങ്ങി, വെള്ളമില്ല. അത് നാട്ടിലേക്ക് ഇറങ്ങുന്നു. അത് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നീട് ഈ സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങളുടെ പിന്നാലെ മാംസബുക്കുകളായ മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കോതമംഗലത്ത് എന്തായാലും കോതമംഗലത്ത് DCCയുടെ പ്രസിഡന്റ്, നേതാക്കന്മാർ, അവിടുത്തെ ഒരു പാർലമെൻ്റ് അംഗം, ചില MLAമാർ അവർ നടത്തിയതായ കാര്യങ്ങളോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാൻ ഒരു യോജിപ്പുമില്ല എന്നുള്ളത് പറയുന്നതിൻ്റെ കാരണം, ഞാനിപ്പോൾ CPMൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ മാത്രമായി ദയവായി എന്നെ കണ്ടുകളയരുത്. അത് ഇപ്പോൾ ഇവിടെ ശ്രീ സജീന്ദ്രൻ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടി പറയുകയാണ്. 174 CRPC അനുസരിച്ചുള്ള പ്രക്രിയയാണല്ലോ ഒരു അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടായാൽ എടുക്കേണ്ടതായിട്ടുള്ള ക്രിമിനൽ നടപടി ചട്ടത്തിലെ 174 വകുപ്പ്.
അൺനാച്ചുറൽ ഡെത്ത് എന്നുള്ളത് സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ്റെ മരണമല്ലാതെ ആത്മഹത്യയോ മൃഗങ്ങളുടെ ആക്രമണത്തിലോ അതല്ല, ഏതെങ്കിലും യന്ത്രങ്ങളുടെ അതിൻ്റെ ഒരു പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ അത്യാഹിതമോ വൈദ്യുതി ഉൾപ്പെടെ അതല്ല മറ്റാരെങ്കിലുമായി അത്തരത്തിൽ മനുഷ്യർ അത്തരത്തിൽ കൊല്ലപ്പെടുക, അങ്ങനെ അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടായാൽ നമ്മൾ 174 CRPC അനുസരിച്ചുള്ള പ്രൊസീജിയറാണ് അത്തരത്തിൽ വരിക. അപ്പോൾ ഇത് ഒരു സപ്പോസ് എ ബോഡി ഈസ് ബീങ് ബ്രോട്ട് ടു എ ഹോസ്പിറ്റൽ, അത് ബോഡി എന്ന് ഞാൻ പറഞ്ഞു, അതിൽ ചിലപ്പോൾ ജീവൻ ഉണ്ടാവാം, ജീവൻ്റെ കണിക ഉണ്ടാവാം, ജീവൻ്റെ കണിക ഇല്ലാതിരിക്കാം. അത് വാസ്തവത്തിൽ അവിടെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റേറ്റ്, ഏത് മനുഷ്യൻ്റേതായിരുന്നാലും. അപ്പോൾ അത്തരത്തിൽ അവിടെ ഇത് ചികിത്സ ഇനി കൊടുക്കാനായി കഴിയില്ല, മരണപ്പെട്ടു പോയി എന്നുള്ള നിലയിലാണ് എങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ്, വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രേത വിചാരണ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് മെഡിക്കോ ലീഗൽ കേസാണ്. ആ ആശുപത്രിയിൽ നിന്ന് ഇത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അവരിതിൻ്റേതായിട്ടുള്ള പ്രേത വിചാരണ, അതിൻ്റേതായിട്ടുള്ള ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇത് പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കുമ്പോൾ അത് ഇൻ ദ പ്രസൻസ് ഓഫ് എ CPO തന്നെ ആവണം. അങ്ങനെ ഇത് പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ബന്ധപ്പെട്ട ഡോക്ടർമാരും അതിലെ ഉദ്യോഗസ്ഥന്മാരും ഇവരുടേതായിട്ടുള്ള ക്ലോസ് റിലേറ്റീവ്സ്, അത് തന്നെ അവിടുത്തെ വളരെ റെസ്പെക്റ്റബിൾ പേഴ്സണാലിറ്റീസ് ഉള്ള 2 പേര്, അത്തരത്തിലുള്ള ആളുകൾ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ വേണം ഇത് കൈമാറേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാനത് കൂടുതൽ ദീർഘമായി പറയുകയല്ല, ഇതിൻ്റെ പ്രൊസീജിയർ ഇത് നമ്മുടെ ജനപ്രതിനിധികൾക്കെല്ലാം അറിവുള്ളതാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. വാസ്തവത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 297 വകുപ്പും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 353 IPC 297 IPC 353 വാസ്തവത്തിൽ ഇവിടെ പൂർണ്ണമായി ഈ ജനപ്രതിനിധികളും ഇന്നലെ ഈ മൃതദേഹം അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുള്ളത്. അതങ്ങനെ ആ വിധത്തിൽ ആശുപത്രിയിൽ നിന്ന് ആ മൃതദേഹം അങ്ങനെ കടത്തിക്കൊണ്ടുപോകാൻ ആർക്കും അധികാരമില്ല. അത് ആ ആശുപത്രി അധികൃതരുടെ അനുമതിയില്ലാതെ, സമ്മതമില്ലാതെ, പോലീസിൻ്റേതായിട്ടുള്ള അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ആ ഒരു ശരീരം, ഞാൻ ഈ പറയുന്ന ആ ശരീരം എന്നുള്ളതിൽ മറ്റാരെയും ഞാൻ പറയുന്നില്ല, ഇത്തരത്തിൽ ഏത് വ്യക്തിയായാലും ആ വ്യക്തിയുടെ എത്ര അടുത്ത സുഹൃത്തായാലും ബന്ധുക്കളായിരുന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതും അതൊരു കുറ്റകൃത്യവുമാണ്. ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയാണ് ഇവർ ചെയ്തതെന്നുള്ളത് മാത്രമല്ല, ആ കുറ്റകൃത്യത്തിന് മറ്റുള്ളവരെ അവർ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതും അതിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും പരസ്പര പ്രേരകമായി നിന്നു എന്നുള്ളതും അതൊക്കെ തന്നെ വാസ്തവത്തിൽ ഒഴിവാക്കേണ്ടതായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ താങ്കൾക്ക് മാത്രമല്ല പല ആളുകൾക്കുണ്ട്. ഇപ്പോൾ ഈ പാനലിൽ തന്നെ ഹരിദാസ് അതിലെ പ്രശ്നം ഉന്നയിച്ചല്ലോ. അല്ല ശ്രീ സമ്പത്ത്, ഞാൻ ചോദിക്കുന്നത് സർക്കാരിന് ഒരു വിശദീകരണം നൽകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ വേനൽ വരാൻ പോവുകയാണ്, ഓൾറെഡി വനത്തിനകത്ത് ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ മൃഗങ്ങളുണ്ടാവുക പുറത്തേക്ക് വരുന്നു, വേനലാവുമ്പോൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത പിന്നെയും കൂടി, എന്ന് വെച്ചാൽ ഭയം വർദ്ധിക്കുകയാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ള ഭയം. അതിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു മറുപടി എന്താണ്? മറ്റാരെങ്കിലും പോലെ ഗവൺമെൻറ്റിന് ഒരു ഷുവർട്ടി കൊടുക്കാൻ പറ്റണം, ഗവൺമെൻറ്റിന് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുണ്ട്. സോ ഗവൺമെൻറ് എന്താണ് മലയോരവാസികളോട് പറയുന്നത് വേനൽ കൂടി കടുക്കാൻ പോകുമ്പോൾ? ജനങ്ങളോടൊപ്പം തന്നെയാണ് ഒരു സർക്കാരിന് നിൽക്കാൻ കഴിയുക. അത് ഞാനിപ്പോൾ അത് ഏത് ഗവൺമെൻറ് എന്നുള്ളതല്ല, ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതല്ല, നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞത് ആ ഉത്തരവാദിത്വം അവർ ലംഘിച്ചു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അത് തദ്ദേശ സ്ഥാപനങ്ങളായാലും ശരി തന്നെ, അതല്ല സംസ്ഥാന സർക്കാരായാലും അവർക്ക് ജനങ്ങളോടൊപ്പം തന്നെയാണ് നിൽക്കേണ്ടി വരിക. അങ്ങനെ നിൽക്കാനായി കഴിയുള്ളൂ, അതാണ് അവർ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഈ വർത്തമാനത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ സമൂലമായ ഭേദഗതി അനിവാര്യമാണ്. ആ ഭേദഗതി വരാത്തിടത്തോളം കാലം ഇത്തരം കാര്യങ്ങളിൽ ഈ മനുഷ്യജീവന് അപകടകാരികളായിട്ടുള്ള, അത് കാട്ടുപന്നി മുതൽ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള കാട്ടാനയും ഈ പറയുന്ന കടുവകളും ഉൾപ്പെടെയുള്ള സസ്യബുക്കായാലും മാംസബുക്കായാലും ഇതിൻ്റെ എല്ലാം ഈ പറയുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെയുണ്ട്. ജനങ്ങളെ നമുക്ക് പൂർണ്ണമായി മാറ്റിപ്പാർപ്പിക്കാനായി കഴിയില്ല. വനം സംരക്ഷിക്കണമെന്നുള്ളത് ശരിയാണ്, വന്യജീവികളെ സംരക്ഷിക്കണമെന്നുള്ളത് ശരിയാണ്. നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നുള്ളതും ഈ കാര്യത്തിൽ അതും പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതും അവിടെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, ഹരിദാസ് ഇവിടെ സൂചിപ്പിച്ചു, എന്താണ് നമുക്കിത് മൊത്തം ഈ അതിൻ്റെ അതിർത്തി മുഴുവനും നമുക്ക് അത്തരത്തിൽ കമ്പിവേലി കെട്ടാനോ അതല്ലെങ്കിൽ വൈദ്യുതി വേലി കെട്ടാനോ അത്തരത്തിൽ മതിൽ കെട്ടാനോ എല്ലാം കഴിയുന്നതൊന്നുമല്ല. പലപ്പോഴും ജനങ്ങൾ പല കാരണങ്ങൾ, അവരിപ്പോൾ വനത്തിലേക്ക് പല കാരണങ്ങളാൽ അവരുടെ ഉപജീവനാർത്ഥം അവർ അങ്ങനെ പ്രവേശിക്കുന്നവരുണ്ട്. അങ്ങനെ അത്തരത്തിൽ അവിടെ ചിലപ്പോൾ അവിടെ നിന്ന് അവർ, ഞങ്ങൾ പറയും, ഈ പച്ചില
ആട് വളർത്തുന്നവർ പച്ചില അവിടെ നിന്ന് അതെടുക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. ചിലപ്പോൾ ഫലവൃക്ഷങ്ങൾ അത്രയും ക്ലിയർ ആണ് ഡോക്ടർ സമ്പത്ത്. അതായത് വന്യജീവികളുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പരിമിതമായ എല്ലാ സഹായ സഹകരണവും നൽകാമെന്നതിനപ്പുറത്തേക്ക് മൗലികമായ പരിഹാര മാർഗത്തിലേക്ക് പോകാൻ സർക്കാരിന് തന്നെ എത്ര കഴിയുമെന്ന ക്വസ്റ്റ്യൻ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. VP സജീന്ദ്രൻ, ശരിയാണ്, കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. ഒരു വിഭാഗം ആളുകൾ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയാണ്. അവരുടെ മരണഭയം കൊണ്ട് പുറത്തിറങ്ങാൻ പ്രയാസമാണ്, സീരിയസ് ആണ്. പക്ഷെ നിങ്ങൾ ഒരു വളരെ ചീപ്പായിട്ടുള്ള മാർഗങ്ങൾ ഇതിന് അവലംബിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ ആ ഡെഡ് ബോഡി, ഒരു മൃതദേഹത്തോട് സ്വാഭാവികമായി നമ്മൾ ഏത് കലുഷകാലത്തും കാണിക്കേണ്ട ഒരു മര്യാദയുണ്ടല്ലോ, അത് കാണിക്കാതെ കുറേ ആളുകൾ വന്ന് ബലം പ്രയോഗിച്ച് ഒരു സംഘർഷത്തിലൂടെ ഇതെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുക. ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ സഹോദരൻ അത് എനിക്ക് വേദന ഉണ്ടാക്കുന്ന സംഗതിയാണ് എന്ന് പ്രതികരണം പറയുക. അങ്ങനെയൊക്കെ എന്തിനാണ്? നിങ്ങൾക്കൊരു വിഷയം റേസ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്, ആരോഗ്യകരമായ മാർഗങ്ങളുണ്ട്, പലതരം സമരങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇങ്ങനെ 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 കവിഞ്ഞ മാർഗങ്ങൾ, പരിധിവിട്ട സംഗതികൾ. ഞാൻ ഈ സംഭവ സ്ഥലത്ത് ഇന്നലെ രാവിലെ മുതൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. നിങ്ങളൊക്കെ ഈ മാധ്യമങ്ങളിലൂടെയും അല്ലെ വാർത്തകളിലൂടെയും കണ്ടിട്ടുള്ള വസ്തുതയല്ലേ. ഇപ്പോൾ ഇവിടെ ഹരിദാസ് സാറും അതുപോലെ സമ്പത്ത് സാറും പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് കൃത്യമായ മറുപടിയുണ്ട്. ഇവിടെ മന്ത്രി P. രാജീവ് ഇന്നലെ ഈ സംഭവം അറിഞ്ഞുടൻ ഡെഡ് ബോഡി ബലമായി എടുത്തുകൊണ്ടുപോയി MP-യുടെയും MLA-യുടെയും നേതൃത്വത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത്. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ കോളം വാർത്തയായി അവരുടെ ഭർത്താവായ ശ്രീ രാമകൃഷ്ണൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അനുമതിയോടുകൂടിയാണ് അവിടെ വന്ന കർഷകരും നാട്ടുകാരും കൂടി എടുത്തുകൊണ്ട് പോയത്. അതിൻ്റെ കൂട്ടത്തിൽ MLA-യും MP ഉണ്ടായിരുന്നുള്ളത് വസ്തുതയാണ്. അവിടെ പോലീസാണ് മൃതശരീരത്തോട് അനാദരവ് കാണിച്ചത്. പോലീസാണ് ഈ ഷെഡിൽ വന്ന് ബലമായി ഈ മൃതശരീരം ഫ്രീസർ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. അതെങ്ങനെ ഉണ്ടായി? യഥാർത്ഥത്തിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാമായിരുന്നു. ഇനിയും നാളെ ഒരു ഇന്ദിരമാർ ഈ സംസ്ഥാനത്തുണ്ടാവരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവിടുത്തെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചെയ്ത ഒരു പ്രവൃത്തി ഒരു MLA-യുടെയും MP-യുടെയും നേരെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. 3 ദിവസം വെള്ളം കൊടുക്കാതെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ തല്ലി കൊന്ന ഒരു നാട്ടിൽ ഒരു മൃതശരീരം പ്രതിഷേധിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടു പോകുന്നതിനെ ഇത്രയും വലിയ സംഭവമായി ചിത്രീകരിക്കുന്നത് ശരിയാണോ ഇല്ലോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. മാർഗങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോകുന്ന ഒട്ടും ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒട്ടും ആരോഗ്യകരമായ ഒരു അറ്റ്മോസ്ഫിയർ ബലം പ്രയോഗിക്കുന്നതിന്റെ ശൈലി കാണാം. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമായ മാതൃഭൂമിയിൽ കോളം വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാനത് അങ്ങേക്ക് ചർച്ച കഴിയുമ്പോൾ വാട്സപ്പിൽ ഇട്ട് തരാം. അവരുടെ സഹോദരൻ പറയുന്നുണ്ട്, ഞങ്ങൾ ആഗ്രഹിച്ചതല്ല, അവരുടെ സഹോദരൻ പറയുന്നുണ്ട്. ശരി, ഭർത്താവ് സമ്മതിച്ചു, ഇപ്പൊ ഭർത്താവിന്റെ പ്രതികരണം. അവരുടെ സഹോദരൻ പറയാണ് ഞങ്ങൾ ഇത് ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിന്റെ സഹോദരനായ സുരേന്ദ്രൻ എന്ന് പറയുന്നയാൾ ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ടുപോകുവാൻ പോലീസ് വന്നപ്പോൾ അതേ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അദ്ദേഹം സുരേന്ദ്രൻ ആ ഡെഡ് ബോഡിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു, ആ ഫ്രീസറിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. തന്നുവിടില്ല എന്ന് പറഞ്ഞ് അലമുറയിടുകയായിരുന്നു. ആ സുരേന്ദ്രൻ ആരെന്നൊരു പക്ഷേ അറിഞ്ഞുകൂടായിരിക്കും. ആ സുരേന്ദ്രനെ പോലീസ് ബലം പ്രയോഗിച്ച് തള്ളി നീക്കിയാണ് ആ ബോഡി എടുത്തുകൊണ്ട് പോയത്. ഇതൊക്കെ നടന്ന സംഭവം. ഇതിനെയൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ വികാരം എന്തെന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോൾ 2 പേര് മരിച്ചല്ലോ. ഇന്ന് പെരിങ്ങൽകൂത്തിൽ ഒരു ആന ചവിട്ടി ഒരു വത്സ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചു. ഇന്ന് കോഴിക്കോട് പോത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു. എല്ലാ ദിവസവും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചിട്ട് എന്താ കാര്യം? ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ? മനുഷ്യജീവന് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു സർക്കാരാണ്. ഇവിടെ വനം വകുപ്പ് മന്ത്രിയായ ശശീന്ദ്രൻ സ്വന്തം ജില്ലയായ കോഴിക്കോട്ട് ഇങ്ങനെ പോത്തൊരു വൃദ്ധനെ അല്ലെങ്കിൽ 62 വയസ്സുള്ള പ്രായമായ ഒരാളെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രതികരണം വന്നോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, വയനാട്ടിൽ കഴിഞ്ഞ ഡിസംബർ 9-ാം തീയതി പുലി കടിച്ച് ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് പ്രജീഷ് എന്നാണ്. അതിനുശേഷം ഒട്ടനവധി ആളുകൾ മരണപ്പെട്ട ആളുകൾ ഇവിടെ 2 പേരും ആന ചവിട്ടിക്കൊന്നു. ഒന്ന് പോൾ എന്ന് പറയുന്ന ആൾ 10-ാം തീയതി പനച്ചിയിൽ അജേഷ് മരണപ്പെട്ടു. 16-ാം തീയതി പോൾ വാച്ചർ, സർക്കാരിന്റെ ടൂറിസം കേന്ദ്രത്തിലെ വാച്ചർ മരണപ്പെട്ടു. ഈ 2 പേര് മരിച്ചിട്ടും ഈ കോഴിക്കോട്ട് നിന്ന് എത്ര ദൂരം വേണം വയനാട്ടിലേക്കൊന്ന് ചെല്ലാൻ? വനം വകുപ്പ് മന്ത്രി അവിടെ എത്താൻ തയ്യാറായോ? ഇല്ലെങ്കിൽ തന്നെ സർക്കാർ കോടികൾ മുടക്കി
ഇവിടെ ഹെലികോപ്റ്റർ വാങ്ങിയിട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ. മുഖ്യമന്ത്രിയുടെ പെർമിഷൻ മേടിച്ച് ഇവിടുന്ന് ഒരു 4 മണിക്കൂർ കൊണ്ട് നേരെ വയനാട്ടിൽ പോയി ഈ മരിച്ച വീട്ടിലെ കുടുംബങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ഈ വനം വകുപ്പ് മന്ത്രി തയ്യാറായോ? നിങ്ങളുടെ പ്രശ്നം ഈ കാര്യത്തിൽ സർക്കാർ വനം വകുപ്പ് മന്ത്രി അവിടെ പോയി സന്ദർശിക്കണം, മുഖ്യമന്ത്രി പോയി സന്ദർശിക്കണം, എല്ലാവർക്കും പ്രോപ്പറായി നഷ്ടപരിഹാരം തുക കൊടുക്കണം എന്നതല്ലാതെ ഈ പ്രശ്നത്തിന് ആത്യന്തിക പരിഹാരം എന്ന നിലയ്ക്ക് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഫോർമുല എന്താണ്? നമ്മൾ അത് സംസാരിക്കാൻ സമയമായല്ലോ, അത് സമയം കഴിഞ്ഞല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്ത് നഷ്ടപരിഹാരമാണ് കൊടുക്കുന്നത്? 1900 ഇവിടെ ഇരിക്കുന്ന ബഹുമാനായ സമ്പത്ത് സാറ് പാർലമെന്റിൽ അംഗമായിരുന്ന ആളാണ്, അദ്ദേഹത്തിന് നിയമജ്ഞനുമാണ്. 1980 നിയമമനുസരിച്ച് 44 വർഷം മുമ്പ് പഴക്കമുള്ള നിയമമനുസരിച്ച് 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്ന തുക. പാമ്പ് കടിയേറ്റ് മരിച്ചാൽ 2 ലക്ഷം രൂപയാണ് കൊടുക്കുന്ന തുക. ഇതാ ഈ നിയമത്തിനുള്ളിൽ നിന്നാണ് നഷ്ടപരിഹാരം പ്രോപ്പറായി കൊടുക്കണം, അത് വർദ്ധിപ്പിച്ചു കൊടുക്കണം പോലുള്ള ആവശ്യങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഈ മരണത്തിന്, ഈ വന്യജീവി ശല്യത്തിന് സംസ്ഥാന സർക്കാർ അതിന്റെ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് എന്ത് സംഗതി ചെയ്യണം എന്നാണ് നിങ്ങൾ വളരെ സ്പെസിഫിക് ആയി പറയുന്നത്. അത് പറയാമെങ്കിൽ നമുക്ക് ചർച്ച കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഞാനൊരു കാര്യം പറയാം. പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യജീവൻ ബലി കൊടുക്കാൻ സാധ്യമല്ല. ഈ ഇന്ദിര എന്ന് പറയുന്ന ഈ വൃദ്ധ മരിച്ച സ്ഥലത്ത് 2.5 കിലോമീറ്റർ ദൂരം ഫെൻസിങ് ഇടണമെന്ന് ഈ ആനയുടെ ശല്യം ഉണ്ടായ വളരെ നാളുകൾക്ക് മുമ്പെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ 2.5 കിലോമീറ്റർ ദൂരം ഫെൻസിങ് ഇടാൻ നാട്ടുകാരാവശ്യപ്പെട്ടു. ജനപ്രതിനിധികൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് അവിടെ നിവേദനം കൊടുത്തു, സ്ഥല MLAക്ക് നിവേദനം കൊടുത്തു. ഇതൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്ക് ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള കണക്കെടുക്കുമ്പോൾ 85 പേരാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം മരണപ്പെട്ടത്. 2016 തൊട്ട് 2023 വരെയുള്ള കണക്കെടുക്കുമ്പോൾ 909 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2016 തൊട്ട് 2023 വരെ സർക്കാർ കണക്ക് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ 7492 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൂടാതെ വളർത്തുമൃഗങ്ങൾ ഒട്ടനവധി ഈ കടുവയും പുലിയും ഒക്കെ സമയാസമയങ്ങളിൽ വന്ന് ഇവരുടെ ആദായമായ വരുമാനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കൃഷിനാശം 2016 തൊട്ട് 2023 വരെ 69 കോടി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇതിന് പരിഹാരം എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ സർക്കാർ നടത്തുന്ന ധൂർത്ത് കേരളീയത്തിന് എത്ര രൂപ മുടക്കി പറയാമോ? കേരളീയത്തിന് എത്ര കോടി രൂപ മുടക്കി? കേരളീയമാണോ മനുഷ്യജീവനാണോ വലുത്? ഇവിടെ കോടികളിലെ ചെലവഴിക്കുന്നത്. മരപ്പെട്ടിയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി 45 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസില് നീന്തൽക്കുളം നവീകരിക്കാൻ 40 ലക്ഷം രൂപ ചെലവഴിച്ചില്ലേ? കന്നുകാലി തൊഴുത്തിന് ചെലവഴിച്ചില്ലേ? ലിഫ്റ്റ് പണിയാൻ വേണ്ടി ചെലവഴിച്ചില്ലേ? മന്ത്രിമാരുടെ മന്ദിരങ്ങൾ പണിയാൻ വേണ്ടി 5 കോടി രൂപയാണ് ഈ അടുത്ത കാലത്തായി ഒരു വർഷത്തിനുള്ളിൽ ചെലവഴിച്ചത്. വലിയ സാമ്പത്തിക ധൂർത്ത് ഭരണത്തിന്റെ ഭാഗമായി നടത്തുന്ന സർക്കാർ ആവശ്യമുള്ള മേഖലയ്ക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം താങ്കൾ ഉന്നയിക്കുകയാണ്. കിഫയുടെ പ്രതിനിധി, കിഫ കർഷക സംഘടനയുടെ പ്രതിനിധി ശ്രീ പോൾ മാത്യൂസ്, സർക്കാർ ചെയ്യേണ്ടത് പരമാവധി ഫെൻസിംഗ് ഉണ്ടാക്കുക, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുക പോലെയുള്ള കാര്യങ്ങളാണോ? അങ്ങനെ മറികടക്കാൻ കഴിയുന്ന പ്രതിസന്ധിയാണോ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്? തീർച്ചയായിട്ടും ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മറികടക്കാവുന്ന ഒരു പ്രതിസന്ധി അല്ല ഉള്ളത്. ആദ്യം തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഏതാണ്ട് ഒരു മാസം മുമ്പാണ് കക്കയത്ത് ടൂറിസ്റ്റുകളായ ഒരു 2 പേരെ അവിടെ ഈ കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുശേഷം നിരന്തരം കാട്ടുപോത്തിന്റെ ശല്യം അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ആ ഭാഗത്തുള്ള സ്കൂളുകൾക്ക് അവധിയായിരുന്നു. ഇന്നലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർക്ക് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് ഒന്നും പരിഗണിക്കാതെ നമ്മളുടെ വനം വകുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് യാതൊന്നും മനസ്സിലാവാതെ ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് നിർഭാഗ്യവശാൽ നമ്മുടെ വനം വകുപ്പുള്ളത്. അത് കൃത്യവിലോപം തന്നെയാണ്. വയനാട്ടിലെ കേസ് ഞാൻ വയനാട് സ്വദേശിയാണ്. വയനാട്ടിലെ കേസ് പറയുകയാണെങ്കിൽ ബേലൂർ മഖ്ന എന്ന് പറയുന്ന ആന ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ആണ് എന്ന് വളരെ കൃത്യമായി CCF റാങ്കിലുള്ള ദീപ പത്രസമ്മേളനം നടത്തിയതിന് ശേഷമാണ് ഈ ആന അജീഷിനെ കൊല്ലുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും ഇത് വനം വകുപ്പിന്റെ ഒരു അനാസ്ഥ തന്നെയാണ്. വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് ആളുകളെ പീഡിപ്പിച്ച് പേടിപ്പിച്ച് കൊന്ന് ഒടുക്കി ഏകവനം പദ്ധതി രൂപീകരിക്കുക,
ജനവാസ മേഖലകളിലെല്ലാം വനമാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടി നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഇത് ഒരു ആക്സിഡന്റ് അല്ല, ഇത് വളരെ കരുതി കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർഷക സംഘടനയായ ഞങ്ങൾക്ക് 4 ഡിമാൻഡ്സ് ആണ് ഈ കേസിലുള്ളത്. ഗുരുതരമായ കൃത്യവിലോപനം നടത്തിയ പെരുവണ്ണാമൊഴി റേഞ്ചറെയും അതുപോലെ തന്നെ കോഴിക്കോട് DFOയെയും ഉടനടി ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്നാണ്. അതുപോലെ സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്യുക തന്നെ വേണം. വളരെ ഗുരുതരമായ കൃത്യവിലോപമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നഷ്ടപരിഹാരം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. 50 ലക്ഷം രൂപ വേണം. അതിൽ 25 ലക്ഷം രൂപ ഉടനടി കൊടുക്കണം. 25 ലക്ഷം രൂപ ഒരു അവധി പറഞ്ഞ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് വഴി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി ഈ കുടുംബത്തിൽ നിന്ന്, ആ കുടുംബത്തിൽ 2 കുട്ടികളാണുള്ളത്, പെർമനന്റ് ആയിട്ടുള്ള ജോലി അവർക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ അപകടകാരിയായ കാട്ടുപോത്തിനെ എത്രയും പെട്ടെന്ന് വെടിവെക്കണം എന്ന 4 ഡിമാൻഡ്സ് ആണ് ഞങ്ങൾക്കുള്ളത്. രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയാണ്, ഈ വയനാട്ടിൽ കളിച്ച നാടകം പോലെ ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികളും ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് കളിച്ച നാടകം പോലെ കക്കയത്തേക്ക് ആരും വരേണ്ടതില്ല. ശുപാർശയുമായിട്ട് കക്കയത്തിലേക്ക് ആരും വരേണ്ടതില്ല. ഇതുവരെ കേരളം കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരിക്കും നിങ്ങൾ കക്കയത്ത് ഇനി കാണാൻ പോകുന്നത്. കക്കയത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ഡിമാൻഡ്സ് മുന്നോട്ട് വെക്കാൻ പോൾ മാത്യൂസ്, ഞാൻ ചോദിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വളരെ സങ്കീർണമായ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ടെന്ന് സർക്കാർ വിശദീകരിക്കുകയാണ്. ഇപ്പോൾ 72 ആക്ടിന്റെ കാര്യം നേരത്തെ സമ്പത്ത് പറഞ്ഞു. 72 ആക്ടിനകത്ത് സീരിയസ് ആയിട്ടുള്ള അമെൻമെന്റ്സ് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്കിതിനെ വെടിവെച്ച് കൊല്ലുക, കള്ളിങ് പോലെയുള്ള സംഗതി നടത്തുക, അല്ലെങ്കിൽ പരമാവധി എണ്ണം കുറയ്ക്കുക പോലുള്ള പണിയെടുക്കാൻ പറ്റുള്ളൂ. സോ അതല്ലാതെ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇപ്പോഴും നിയമപരമായ വഴികൾ, സാധ്യതകൾ, അവകാശങ്ങൾ ഒക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ CRPC 133 ഉപയോഗിച്ച് ജില്ലാ കളക്ടർക്ക് അപകടകാരിയായ മൃഗത്തെ കൊല്ലാൻ സാധിക്കും. ഹൈക്കോടതിയിൽ ഒരു വിധി ഉണ്ട് എന്നുള്ളതാണ് ചിലർ അവകാശപ്പെടുന്നത്. ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ഒബ്സർവേഷൻ വന്നിട്ടുള്ളത് ശരിയാണെങ്കിൽ കൂടിയും അത് നിയമപരമായി സാധൂകരിക്കുന്ന ഒന്നല്ല. കാരണം കേരള സർക്കാർ തികച്ചും അലംഭാവത്തോടുകൂടി ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാത്തതുകൊണ്ടാണ് അത്. ആ ജില്ലാ കളക്ടറുടെ അതിന് വേറെ മേൽക്കോടതിയിലുള്ള വിധികളുണ്ട്. അപ്പൊ ജില്ലാ കളക്ടറെ 133 ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ 133 പ്രയോഗിക്കേണ്ടതാണ്. വേലൂർ മഖനയുടെ കേസിൽ അത് പ്രയോഗിക്കണമായിരുന്നു. ഈ കാട്ടുപോത്തിന്റെ കേസിൽ അത് പ്രയോഗിക്കണമായിരുന്നു. അതുപോലെ തന്നെ അപകടകാരിയായ മൃഗങ്ങൾ പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ ഒന്നെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ 11(1)A പ്രകാരമോ അല്ലെങ്കിൽ CRPC 133 1F പ്രകാരമോ ആ മൃഗത്തെ കൊല്ലുക എന്നുള്ളതാണ് ഈ മൃഗങ്ങൾ ഇറങ്ങുമ്പോഴുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. അത് കൂടാതെ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അമെൻഡ് ചെയ്ത വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ 12BB പ്രകാരം ഇതുപോലെയുള്ള മൃഗങ്ങളെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നതിനോ പല കാര്യങ്ങൾ ചെയ്യുന്നതിനോ, കൊല്ലൽ ഷെഡ്യൂൾ 1 ജീവിയെ കൊല്ലൽ അല്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നതിന് സാധിക്കും. കടുവകളെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും. വയനാട്ടിൽ ഉള്ള കടുവകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അടുത്തൊരു ദിവസം തന്നെ വയനാട്ടിൽ 4 കടുവകളാണ്. കേന്ദ്ര സർക്കാരിന്റെ റോൾ ആവശ്യമുള്ള സംഗതിയല്ലേ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഒരു റോൾ കൂടി വേണം. കേന്ദ്ര സർക്കാരിന്റെ റോൾ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ കേസിൽ വളരെ കൃത്യമായിട്ട് വനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റിലാണ്. കേന്ദ്രത്തിന് അതൊരു ഒരു സപ്പോർട്ടീവ് റോൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഉടനടി ചെയ്ത കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും കേരള വനം വകുപ്പിനാണ് സമ്പത്ത്. നോക്കൂ, ഇതിനകത്ത് നിരന്തരമായി ഇത്തരം കാഷ്വാലിറ്റീസ് ആൻഡ് എന്താ പറയുന്നത് മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ പ്രോപ്പറായി ഇടപെടുന്നുണ്ട് എന്നൊരു ഫീൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഞാൻ വളരെ നിഷ്കളങ്കമായി ചോദിക്കുകയാണ്. കാരണം നിരന്തര സംഗതികൾ ഉണ്ടാവുന്നു. ഇപ്പം നേരത്തെ പറയാണ് AK ശശീന്ദ്രനോ മുഖ്യമന്ത്രിയോ ഒന്ന് അവിടെ പോയി സന്ദർശിക്കേണ്ടതായിരുന്നു, പോയില്ല. നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചനകളില്ല. മുന്നറിയിപ്പ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് നടപടികളില്ല. കുറച്ച് സ്ഥലത്തെങ്കിലും ഫെൻസിംഗ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആക്ഷൻ ഇല്ല. കേരള സർക്കാർ ഇതിനകത്ത് ഞങ്ങൾക്ക് നിയമപരമായ പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യാൻ കഴിയുന്നത് പോലും ചെയ്യാതെ വളരെ നിസ്സംഗമായി നിൽക്കുന്നു എന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടില്ലേ സത്യത്തിൽ? ഇല്ല നിഷാദേ, ഇതിലെ ഒരു കാര്യം, ഇപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച ഇപ്പോൾ കിഫയുടെ പ്രതിനിധി ശ്രീ പോൾ മാത്യൂസ് പറഞ്ഞു, ഇപ്പോൾ അഖിലേന്ത്യാ കർഷക സംഘം ഉൾപ്പെടെ കർഷക കോൺഗ്രസ് ഉൾപ്പെടെ നമ്മുടെ വിവിധ കർഷക സംഘടനകൾ, ചെറുതും വലുതുമായിട്ടുള്ള കർഷക സംഘടനകൾ ഇതേ വിഷയം തന്നെ മുമ്പ് പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളതാണ്.
ഇവരിൽ ചില സംഘടനകൾ, കർഷക സംഘം ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ, അവർ നടത്തിയിട്ടുള്ള പാർലമെൻറ്റ് മാർച്ചിലടക്കം ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഞാൻ ഓർക്കുകയാണ്, മുമ്പ് ഞങ്ങളോടൊപ്പം പാർലമെൻറ്റ് അംഗങ്ങളായിരുന്ന ചില ആളുകൾ ഈ വിഷയങ്ങൾ, ജോയ്സ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയങ്ങൾ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ കേരളത്തിൽ ഇതെല്ലാം നടന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് സജീന്ദ്രനോടൊന്ന് ചോദിക്കട്ടെ, കർണാടക സംസ്ഥാനത്ത് ഇതേ ദിവസം, നമ്മുടെ ഈ ദാരുണ സംഭവം നടന്ന ഇതേ ദിവസം കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. ഇവിടെ നടന്നതുപോലുള്ള നാടകങ്ങൾ നിങ്ങൾ എന്തേ അങ്ങനെയാണെങ്കിൽ ബംഗളൂരിൽ നിങ്ങൾ നടത്തിയില്ല, അല്ലെങ്കിൽ അതേ സ്ഥലത്ത് അതേ ഗ്രാമത്തിൽ നിങ്ങൾ നടത്തിയില്ല? ഒരാഴ്ചയല്ലേ ആയുള്ളൂ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേരെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇതൊന്നും നടന്നില്ലല്ലോ ഇത്തരം ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. നമ്മൾ ഈ കാര്യത്തെ മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇൻവേർട്ടഡ് കോമയിൽ അങ്ങനെ പറയട്ടെ, ചിലപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ ഇത് ഈ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ വൈൽഡ് ലൈഫ് ആൻഡ് ദ ഹ്യൂമൻസ് എന്നൊക്കെ അവരങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് അത് തീരെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യത്തെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നേരത്തെ ഈ ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് എനിക്ക് 1 മിനിറ്റ് തരുമെങ്കിൽ ഞാനത് പറയാം. 1 മിനിറ്റ് ഇടപെടില്ല എങ്കിൽ. 2018 നവംബർ 2 മഹാരാഷ്ട്രയിലെ പണ്ടർകൗഡ എന്ന സ്ഥലത്ത് 13 ആളുകളെ, അവിടെ തൊട്ട് തുടങ്ങുകയാണ്, 13 പേരെയാണ് കൊന്നു എന്ന് നമുക്ക് വാർത്ത കിട്ടുന്നത്. അവനി എന്നാണ് പേരിട്ടത് നാട്ടുകാർ. ഒരു പെൺകടുവയാണ്. അതിനെ കൊല്ലാനായി മഹാരാഷ്ട്രയിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഷൂട്ടർ സൈറ്റ് ഓർഡറാണ് പുറപ്പെടുവിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഏതാണ്ട് 60% കടുവ കഴിച്ചു കഴിഞ്ഞിരുന്നു. നമ്മളൊന്ന് അറിയേണ്ട കാര്യം, പിന്നെ പ്രിഡേറ്റർ, ഒരു മനുഷ്യൻ്റെ മാംസം കഴിക്കുന്നതായിട്ടുള്ള നരിയോ കടുവയോ പുലിയോ ചെന്നായോ എന്തായാലും മനുഷ്യൻ്റെ മാംസം ഒരിക്കൽ രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മനുഷ്യനെ വേട്ടയാടാനായി അത് എന്തും അവലംബിക്കുമെന്നുള്ളത്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരും എന്നോട് ഈ കാര്യത്തിൽ വിയോജിക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ കിഫയുടെ പ്രതിനിധി സ്വാഭാവികമായി ശ്രീ പോൾ മാത്യൂസൊക്കെ ഈ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയാവുന്നവരായിരിക്കും. ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് ഈ കേസ് പരിഗണിക്കവേ നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. കൂട്ടിൽ നിർത്തിയാണ്, പൊരിച്ചതുപോലെയാണ് വന്നത്. നരഭോജിയാണ് എന്നുള്ളതിന് തെളിവുകൾ എന്താണ്? ഇതിനെ പിടികൂടി മറ്റൊരിടത്തേക്ക് എന്തുകൊണ്ട് മാറ്റാനായി കഴിഞ്ഞില്ല? ഇത് ഇത്തരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും വെടിവെച്ച ആൾക്കെതിരെയും ഈ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചില നിയമങ്ങളുമായി ബന്ധപ്പെട്ട്, ഞാൻ ആ മനുഷ്യരുമായി ബന്ധപ്പെട്ടതും അവരോടൊന്നും മൃതദേഹം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും വലിച്ചഴിച്ച് കൊണ്ടുവന്നതും മറ്റു കാര്യങ്ങൾ, അതൊന്നും എൻ്റെ പ്രിയപ്പെട്ട സജീന്ദ്ര, അതിനി ആരൊക്കെ എത്രയൊക്കെ സ്വന്തം അടുത്ത രക്തബന്ധുക്കളായിട്ടുള്ളവരും ക്ലോസ് റിലേറ്റീവ്സും അടക്കം ഞങ്ങൾ അനുവദിച്ചു എന്ന് പറഞ്ഞിരുന്നാലും അത് നിയമവിധേയമാകുന്നില്ല. ഇറ്റ് ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. ഇപ്പം ഒരാൾ നമ്മുടെ ഇൻവയബിലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അറിവും സമ്മതവും ഇല്ലാതെ മറ്റൊരാൾ അത്തരത്തിൽ ആക്രമണോത്സുകമായി സ്പർശിച്ചാൽ അത്തരം കാര്യങ്ങളിൽ ഒരു ക്രിമിനൽ കേസ് വരുന്നത് നമ്മുടെ നേർക്ക് നടന്ന ആക്രമണത്തെ പ്രതിരോധിക്കേണ്ടത്, ആ കാര്യത്തിൽ കേസ് നടത്തേണ്ടത് സ്റ്റേറ്റിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, ഭരണകൂടത്തിൻ്റെ ചുമതലയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രോസിക്യൂട്ടർമാർ ഇത്തരം കാര്യങ്ങളിൽ അവർ വരുന്നത്. അതിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ടല്ല. ഇവിടെ നടന്നിട്ടുള്ളത് അനുമതി ഉണ്ട് എന്നുള്ളത് എഴുതി വാങ്ങിച്ചാൽ പോലും, അത്ര ചുവരെഴുതാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും അതിൻ്റെ ഉടമയുടെ ആ അനുമതി പത്രം വാങ്ങിക്കൊണ്ട് നമ്മൾ ചുവരെഴുതുമല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതുപോലൊന്നും ഇതിൽ ചെയ്യാൻ കഴിയുന്നതല്ല. ഇറ്റ് ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണ് അത്തരം ഒരു കാര്യത്തിൽ. ഇവിടെ നമ്മൾ ഈ പിടികൂടുന്ന മൃഗങ്ങളെ അതിനെ തടവിൽ പാർപ്പിച്ചുകൂടെ, മറ്റൊരിടത്തേക്ക് മാറ്റിക്കൂടെ? ഈ മൃഗങ്ങൾക്ക് ഒരു പരിക്കും പാടില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള 1972 പാസ്സാക്കിയിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പരിധിക്കകത്ത് വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടാൽ പോലും ഇക്കാര്യത്തിൽ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉത്തരവിടുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഡെഡ് ബോഡിയുടെ കാര്യത്തിലടക്കം പോലീസ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അറിയിച്ച് അത്തരം കാര്യങ്ങൾ അവിടെയെല്ലാം വരേണ്ടത്, അത് വേറൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ അതിലേക്ക് കിടക്കുകയല്ല. ഇവിടെ ഈ പറയുന്ന ആക്രമണകാരിയായ മനുഷ്യ ജീവന് തന്നെ അപകടകാരിയായ ഒരു മൃഗത്തെ അത്തരത്തിൽ വെടിവെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് കൂടുതലൊന്നും പോകണ്ട. തെരുവ് നായ്ക്കൾ ആക്രമണകാരിയായി മാറി എന്ന് വരുമ്പോൾ ആ തെരുവ് നായ ആക്രമണകാരിയായി, അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾ നമ്മുടെ സ്ട്രീറ്റ്സിൽ നമ്മൾ കാണുന്നതാണ്, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും. അതിനെപ്പോലും കൈകാര്യം ചെയ്യുന്നതിലുള്ള നമ്മുടെ നിയമപരമായിട്ടുള്ള പ്രക്രിയ, ചട്ടങ്ങൾ, അതിൻ്റേതായിട്ടുള്ള നൂലാമാലകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിഷാദേ. നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? അപ്പോൾ അതിനേക്കാൾ അപ്പുറമാണ് ഈ ഒരു കാര്യത്തിൽ വരുന്നത്. ഇപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളിൽ ഉള്ളതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവലംബിക്കാനായി ഇവിടെ കഴിയില്ല എന്നുള്ളത്. ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ആറളം ഫാമിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ.
ആറളം ഫാം, കണ്ണൂർ ജില്ലയിലെ ആ ആറളം ഫാമിലെ ഒരു ഭാഗത്ത് എന്താണെന്ന് പറഞ്ഞാൽ വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആനകൾ അവിടെ തന്നെ പ്രജനനം നടത്തി അവരേതാണ്ട് സ്വയം പ്രഖ്യാപിച്ചതുപോലെയാണ്, ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടേതായിട്ടുള്ള ഭൂമിയാണ്, ഞങ്ങൾ ഇവിടെയാണ് പ്രത്യുൽപാദനം നടത്തിയത്, ഞങ്ങൾ ഇവിടെയാണ് ജീവിക്കുന്നത്. മനുഷ്യരെല്ലാം അവിടേക്ക് കടന്നു വന്ന ആക്രമണകാരികളായിട്ടാണ് അവരുടെ ഈ പറയുന്ന ഒരുപക്ഷെ മൃഗങ്ങളുടെ മനസ്സിലുള്ള ഒരു ബോധം എന്നുള്ളത്. അവർ മനുഷ്യരെ ആക്രമിക്കുകയാണ്. അവിടെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ നട്ട് നനച്ചു വളർത്തിയിട്ടുള്ള വിവിധ വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും ഉൾപ്പെടെ എല്ലാം അത് നശിപ്പിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരു ഭാഗത്ത് മാത്രമായി മതിൽ കെട്ടിയത് കൊണ്ട് മാത്രം ഇത് തീരുന്നില്ല. മതിൽ കെട്ടിയ ഭാഗത്ത് അവിടെ ഉണ്ടാവും, മതിലില്ലാത്ത ഭാഗത്തു കൂടി കാര്യങ്ങൾ നടക്കും. ഇത്തരത്തിലുള്ള വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇത്. നമ്മളൊരു രാഷ്ട്രീയം കൊണ്ട് ചർച്ച ചെയ്ത് മാത്രം നമുക്ക് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ലോകത്തിൽ എല്ലായിടത്തും ഇത്തരം വിഷയങ്ങൾ, ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം കാര്യങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനവും വന്യമൃഗങ്ങളും ഉള്ളിടത്ത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് കൂട്ടായി ഫലപ്രദമായി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള, അത് ശാശ്വതമെന്ന് പറയാനായി കഴിയില്ലെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. സർക്കാരിനെ സംബന്ധിച്ച് കൂട്ടായ പരിശ്രമം ഉണ്ടാവണം. നമുക്ക് നിയമപരമായി പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് മാത്രമേ എടുക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് ഗവൺമെന്റ് എങ്ങനെയൊക്കെ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഇനീഷ്യേറ്റീവ്, എന്തൊക്കെ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്ന ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. കെ ഹരിദാസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇതൊരു വലിയ വിഷയമാക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ഇന്നലെ ഒരു വലിയ സമരം നടത്തുന്നു, ആ സമരത്തിന്മേൽ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ തന്നെ യൂത്ത് ലീഗുകാർ നമുക്കറിയാവുന്ന പോലെ ദേശീയപാത ഉപരോധിക്കുന്നു. ഇത് ഒരു മലയോരത്തെ മനുഷ്യരുടെ മാത്രം പ്രശ്നമാണ്, നഗരങ്ങളിലെ മനുഷ്യർ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം ഒരു വൈകാരികതയെ സ്വാധീനിക്കുകയും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്ന സമരം ആ നിലയ്ക്ക് ഇതൊരു വലിയ വിഷയമാക്കുന്നതിൽ സഹായിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ, അതോ അതിനപ്പുറത്തേക്ക് ഒരു ഗുണവും ചെയ്യാത്ത രാഷ്ട്രീയ കളി അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്നു എന്നാണോ താങ്കൾ വിമർശിക്കുക? ഇത് രാഷ്ട്രീയ കളി അപ്പുറത്തും ഇപ്പുറത്തും നടക്കണു. എനിക്ക് ഈ പ്രതിപക്ഷത്തെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീ സജീന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് പോലും എനിക്ക് അടുപ്പമുണ്ട്. എങ്കിൽ പോലും ഞാൻ ശ്രീ സജീന്ദ്രൻ, ഞാൻ തുറന്നു പറയുകയാണ്, ഇതിൽ ഒരു ആത്മാർത്ഥതയുള്ള ഒരു സമരങ്ങളല്ല നിങ്ങൾ ഈ കോതമംഗലത്ത് നടക്കുന്നത്. വന്യജീവികൾ കാടിറങ്ങി വന്ന് നാട്ടിൽ മനുഷ്യരെ കൊല്ലുകയോ മനുഷ്യനെ ശാരീരികമായ പരിക്കേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കോതമംഗലത്തെ മാതിരിയുള്ള പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ക്രമസമാധാന നിലയുടെ അവസ്ഥ എന്തായി തീരും? താങ്കൾ പറഞ്ഞു, അതായത് എന്താണ്, ഈ ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ ബോഡി അവിടുന്ന് ഞങ്ങൾ എടുത്തുകൊണ്ടുപോയതെന്ന്. ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ നീതി നിയമ നിർവഹണ സംവിധാനങ്ങൾ എം കെ ഹരിദാസിനും സജീന്ദ്രനും ശ്രീ സമ്പത്തിനൊക്കെ ഒരുപോലെയാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാവർക്കും, ആർഷോയ്ക്കും സിദ്ധാർത്ഥൻ്റെ കൊലപാതകങ്ങൾക്കും കിട്ടുന്ന നീതി ഒരിക്കലും നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാതെ പോയതെന്താ? രാഷ്ട്രീയ സ്വാധീനമാണ്. പിന്നെ താങ്കൾ വിലപിക്കുന്നത് കേട്ടു എന്തെന്ന്, അതായത് ശശീന്ദ്രൻ ഒന്നും അവിടേക്ക് വന്നില്ല, ശശീന്ദ്രൻ ഒന്നും അവിടേക്ക് ഫോൺ ചെയ്തില്ല, മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല. സ്വന്തം പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരെ ഒരു 23-കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഈ സമയം വരെ, ഈ ചർച്ച നടക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് വരെ വാ തുറക്കാത്തൊരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നാണോ താങ്കൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് വളരെയധികം അത്ഭുതം തോന്നി താങ്കളത് പറഞ്ഞപ്പോൾ. കാരണം ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൻ്റെ അത്രത്തോളം ക്രൂരത ഇപ്പോൾ ഈ ആന ചവിട്ടി കൊന്നിട്ടില്ല, ആന അറിഞ്ഞിട്ടല്ല. അപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും വന്യജീവികൾ കാടിറങ്ങി വരുന്നത് സർക്കാർ ഏതാണെന്ന് നോക്കിയിട്ടല്ല, അവയുടെ ആവാസ വ്യവസ്ഥിതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഈ ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നിടത്തോളം സമയം നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പോലീസ് നടപടികൾ, അവിടെയാണ് ഞാൻ നീതി നിയമ സംവിധാനത്തിൻ്റെ കാര്യം പറഞ്ഞത്, പോലീസ് നടപടികൾ തീർത്ത ശേഷം നിങ്ങൾക്ക് ആ മൃതദേഹം ശ്രീരാമകൃഷ്ണൻ വിട്ടുതരുമായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന പ്രഹസനം തീർച്ചയായിട്ടും നടത്താമായിരുന്നല്ലോ. അപ്പോൾ അതല്ല അവിടുത്തെ പ്രശ്നം. അവിടെ സംഘർഷഭരിതമാക്കണം എന്നുള്ളൊരു ദുരുദ്ദേശം കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ നടന്നതൊക്കെ അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. പോലീസിൻ്റെ കാര്യത്തിൽ പോലീസിന് കിട്ടുന്ന നിർദ്ദേശം, ഭരണകക്ഷിയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണ് അവിടെ പാലിക്കപ്പെട്ടതെങ്കിൽ സംയമനം പാലിക്കേണ്ട പ്രതിപക്ഷം, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടനെയൊക്കെ പോലെ ആദരണീയനായ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകേണ്ട ഒരു പ്രവർത്തനമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് നാളെ നിങ്ങൾ ഇന്നത് കോതമംഗലത്ത് ചെയ്തതുകൊണ്ട് നാളെ തൊട്ടിട്ട് വന്യമൃഗങ്ങൾ കാടിറങ്ങി വരില്ല എന്ന് പറയുന്നതൊക്കെ അങ്ങേയറ്റം അബദ്ധജടിലമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്തായാലും ഇവിടെ ശ്രീ സമ്പത്ത് പറഞ്ഞ കാര്യം കൊണ്ട് പറയുകയാണ്, 2023 മാർച്ച് മാസത്തിലെ നിയമസഭ കൂടിയപ്പോൾ ഇപ്പോഴത്തെ പഞ്ചായത്ത് മിനിസ്റ്റർ പറഞ്ഞ സംഗതിയാണ് നിഷാദ്, എന്ത് തെരുവ് പട്ടി ബന്ധീകരണം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. 2,55,000 തെരുവ് പട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ്. ഈ ആന ചവിട്ടിക്കൊല്ലുന്നതും കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിലും കടുവയുടെ
ആക്രമണത്തിലും കൊല്ലപ്പെടുന്നതും അതുപോലെ തന്നെ പരിക്കേൽക്കുന്നതിനേക്കാൾ മൃഗീയമായിരുന്നു ഇവിടുത്തെ നാട്ടിൽ. താങ്കൾ പറഞ്ഞു ഇവിടുത്തെ നാട്ടിൽ ടൗണിൽ താമസിക്കുന്ന ഹരിദാസനൊക്കെ ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഞങ്ങൾക്കൊന്നും ആപത്തില്ലല്ലോ. ഇവിടെ രാവിലെയൊക്കെ നടക്കാൻ പോക്ക് നിർത്തി ഞാൻ വൈകുന്നേരത്തേക്ക് ആക്കിയത് തെരുവ് പട്ടിയുടെ ആക്രമണം പേടിച്ചിട്ടാണ്. അപ്പം തെരുവ് പട്ടികളാൽ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ആക്രമണം ഉണ്ടായി, 2-3 പേര് മരിച്ചു. അപ്പോഴാണ് നിയമസഭയിൽ ഒരു മന്ത്രി പറയുന്നത് എന്ത്, ഞങ്ങൾ 1 വർഷത്തിനുള്ളിൽ ഈ തെരുവ് പട്ടി ബന്ധീകരണം പൂർത്തീകരിക്കുമെന്ന്. കഴിഞ്ഞ മാസം കിട്ടിയ വിവരം അനുസരിച്ചിട്ട് 1/4 ഭാഗം തെരുവ് പട്ടികളുടെ ബന്ധീകരണം നടത്താനുള്ള സാമ്പത്തിക പരിസ്ഥിതി ഇല്ലാത്തൊരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ അതിൽ നമ്മൾ പറയില്ലേ കാര്യക്ഷമതയോടുകൂടി തെരുവ് പട്ടി ബന്ധീകരണത്തിന് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളൊന്നും തടസ്സമല്ലല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ മേനക ഗാന്ധി ഒരു തടസ്സങ്ങളും അതിലില്ല. അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയാത്തൊരു സർക്കാർ ഇവിടെ നാളെ ഇവിടുത്തെ കാടിന് ചുറ്റുമതിലും കാടിനെ ഫെൻസിങ്ങും അതിലൂടെ വൈദ്യുതി പായിച്ചുകൊണ്ടും ഇവിടുത്തെ ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അബദ്ധജടിലമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ 4 പേര് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. താങ്കൾ ആദ്യം എന്നോട് ചോദിച്ചു ഇതിന് പരിഹാരം എന്താണെന്ന്. ഇത് വിദേശ രാജ്യങ്ങളിൽ പോലും പരാജയപ്പെട്ടൊരു സംഗതിയാണ്. അതുകൊണ്ട് ഇവിടുന്ന് നാളെ ഇപ്പോൾ റൂം ഫോർ റിവർ പദ്ധതി പഠിക്കാൻ പോയതുമായ ഒരു വിദേശ രാജ്യത്തേക്ക് പോയിട്ട് വലിയൊരു തുക ചെലവഴിച്ചുകൊണ്ട് അവിടുന്ന് ഒന്നും പഠിക്കാനില്ല. കാരണം ഒരു രാജ്യത്തിന് തങ്ങളുടെ കാടിൻ്റെ അതിർത്തി സംരക്ഷിക്കപ്പെടാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് അടുത്ത പ്രശ്നം. ഇവിടെ ഈ കർഷക സംഘടന നേതാവ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരിവ് വന്നു. വനവൽക്കരണം സാധീകരിക്കാൻ വേണ്ടിയിട്ട് ജനവാസ മേഖല വനവൽക്കരിക്കപ്പെടുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തെ, എൻ്റെ മുമ്പിൽ TV ഇല്ല, എനിക്ക് താങ്കളെ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു ക്യാമറയുടെ മുമ്പിലിരുന്നാണ് സംസാരിക്കുന്നത്. താങ്കൾ എന്താണ് പറയുന്നത്? ഈ കേരളം ഭരിച്ച് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ വനവൽക്കരണ സാധീകരണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിരിക്കുന്നത്? വനം കയ്യേറുന്നവർക്ക് അതിൻ്റെ പട്ടയം കൊടുക്കാനുള്ള വ്യഗ്രതയ്ക്കപ്പുറം ഇവിടെ ആരെന്ത് കാണിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? എനിക്ക് ആ വരി കേട്ടിട്ട് അങ്ങേയറ്റം ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങൾ പോലും വനവൽക്കരണത്തിന് വേണ്ടിയിട്ട് നിഷാദ് ഇതിൽ ഒറ്റ കാര്യമാണ് ചെയ്യാനുള്ളത്, പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ഇത്ര തന്നെയുള്ളൂ. ജനങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിനും അവരുടെ മാനവരാശിയുടെ നിലനിൽപ്പിനും ആപൽക്കരമായിട്ടുള്ള മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണം. പിന്നെ ഇവിടെ വനവൽക്കരണത്തിൻ്റെ കാര്യം പറഞ്ഞ അതേ വ്യക്തി മറ്റൊരു കാര്യം പറഞ്ഞു, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് വനങ്ങൾ, അതുകൊണ്ട് വനത്തിലെ ഈ പ്രശ്നങ്ങൾ അതും താങ്കൾ തെറ്റായിട്ടൊരു ധാരണയാണ്. ഞങ്ങളുടെ ഹിന്ദുക്കളുടെ പരിപാവനമായ ശബരിമല സംരക്ഷണവും ശബരിമല വികസനവും മുരടിച്ച് നിൽക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഈ വനം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. ഈ ഏറ്റവും വോട്ട് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? മതപ്രീണനം. ആ മതപ്രീണനത്തിന് ഉതകുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ആ ശബരിമലയുടെ വികസനം ഏത് സർക്കാർ ഭരിച്ചാലും വളരെ കാര്യക്ഷമമായി നടത്താൻ വേണ്ടിയിട്ട് എത്ര കോടികൾ വേണമെങ്കിലും ചെലവഴിക്കും. അവിടെ വികസനം വഴി മുട്ടി നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുടെ നൂലാമാലകളിൽ കുടുങ്ങിയിട്ടാണെന്ന് താങ്കൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയില്ലേ? അപ്പോൾ വനത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. അവിടുത്തെ വന്യജീവികളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇതിലെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കടുവയെയോ ഒരു ആനയെയോ വെടിവെക്കട്ടെ, ഉടൻ ഇറങ്ങും ആര്? മൃഗസ്നേഹികൾ. ഇവിടെ മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന സംഘടനകളുണ്ട്. പ്രശ്നം ഉണ്ടാക്കുന്ന കടുവ എല്ലാം കൂടെ വെടിവെക്കാൻ തോക്കുമായി ഇറങ്ങുക എന്നുള്ള പോസിബിളായ സംഗതിയല്ല എന്ന് കൂടി പറയുകയാണ് ഹരിദാസ്. ഒരു സെക്കൻഡ്, ഞാനൊന്ന് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് പോൾ മാത്യൂസ്, പ്രതിപക്ഷം ഇപ്പം നിങ്ങളുടെ സമരം, നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് ഫാമേഴ്സ് അസോസിയേഷൻ, അതിന് നടത്താൻ കഴിയുന്ന സമരത്തിന് ഒരു പരിമിതി ഉണ്ടല്ലോ. അതിനെ സംബന്ധിച്ചൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ഓപ്പോസിഷൻ്റെ മുഴുവനായിട്ടുള്ള പിന്തുണ നിങ്ങളുടെ സമരത്തിന് കിട്ടുക എന്ന് വെച്ചാൽ ആ സമരം നിങ്ങൾക്ക് കുറച്ചുകൂടി വിസിബിൾ ആക്കാൻ കഴിയും, കുറച്ചുകൂടി വലുതാക്കാൻ കഴിയും, കുറച്ചുകൂടി ഒരു പ്രഷർ ഗ്രൂപ്പായി മാറാൻ കഴിയും. ആ നിലയ്ക്ക് പ്രതിപക്ഷം ആത്മാർത്ഥമായി നിങ്ങളുടെ വിഷയമായിട്ട് എടുക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ? അവർക്കൊരു വിഷൻ ഉണ്ടോ ഈ കാര്യത്തിൽ? നമ്മൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടോ? അതോ അവർ വെറുതെ ഈ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തുകയാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, ഇതിന് യാതൊരു സംശയമില്ല. പ്രതിപക്ഷത്തിന് യാതൊരു വിഷനും ഈ കേസിലില്ല. നമുക്ക് പുൽപ്പള്ളി വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പുൽപ്പള്ളി വിഷയത്തിൽ ജനങ്ങൾ പ്രതികരിക്കും എന്ന് ഭയപ്പെട്ട് UDFും LDFും കൂടിയാണ് ഇവിടെ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ആ ഹർത്താൽ വളരെ ജനങ്ങൾ തികച്ചും തള്ളി. അതായത് പ്രൊട്ടസ്റ്റിന് ആരും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഹർത്താൽ ആഹ്വാനം ചെയ്തത്. എന്നാൽ അതേസമയം ജനങ്ങൾ ഈ ഹർത്താൽ പരിപൂർണമായിട്ടും തള്ളി. പുൽപ്പള്ളിയിൽ ജനങ്ങൾ വലിയ തോതിൽ വന്നു. അത് ഈ രണ്ടു കൂട്ടർക്കും വലിയ ക്ഷീണമായി. അതിന്റെ ബേസിസിൽ നടത്തുന്ന ചില നാടകങ്ങളാണ് നമ്മളിപ്പോൾ മറ്റു സ്ഥലത്തും കാണുന്നത്. ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയും ഈ വിഷയത്തിലില്ല.
പുൽപ്പള്ളിയിൽ സമരം നടന്നപ്പോൾ ആ സമരത്തിൽ കോംപ്രമൈസ് ടോക്കിന് വന്നത് UDFന്റെ തന്നെ MLA-മാരായിരുന്നു. ആ MLA-മാരെ ജനങ്ങൾ കൂവി വിളിച്ച് വിടുന്ന സന്ദർഭമായിരുന്നു. അവര് ഈ ശുപാർശ തുടങ്ങിയ നാടകങ്ങളായിട്ടാണ് ഇവിടെ വന്നത്. ജനങ്ങൾ അത് വളരെ കരുതിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഇപ്പോൾ UDF പ്രതിപക്ഷം കാണിക്കുന്ന ഒരു സമരത്തിനും ഒരു ആത്മാർത്ഥതയില്ല. അതിന്റെ കാരണവും വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ആത്മാർത്ഥത ഇല്ല എന്നുള്ളതിന്റെ കാരണവും വളരെ വ്യക്തമാണ്. അവരുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഞാൻ വയനാട്ടിൽപ്പെട്ട ആളാണ്. വയനാട്ടിൽ വന്നപ്പോൾ ഞാൻ വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ അതേസമയം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷനിലും പങ്കെടുത്തില്ല. കഴിഞ്ഞ തവണ അമെൻമെന്റ് ചെയ്തപ്പോൾ ഒന്നും ചോദിച്ചില്ല, ഒരു അഭിപ്രായവും പറഞ്ഞില്ല. ഒരു ചോദ്യം പോലും ലോക്സഭയിൽ ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചില്ല. തന്നെയുമല്ല, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ ശ്രീ ജയറാം രമേശ്, കോൺഗ്രസിലെ തന്നെ ജയറാം രമേശനായിരുന്നു അതിന്റെ ചെയർമാൻ. ജയറാം രമേശ് വന നിയമങ്ങൾ കർശനമാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഇടതുപക്ഷത്തിന്റെ കേസും വളരെ സിമിലർ ആണ്. ശ്രീ NK പ്രേമചന്ദ്രനും ബിനോയ് വിശ്വവും എല്ലാം വന നിയമങ്ങൾ കർശനമാക്കണം എന്നാണ് ലോക്സഭയിൽ വാദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഒരു ആത്മാർത്ഥതയും ഇല്ലാണ്ടാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്റെ മുമ്പിൽ പറഞ്ഞ വ്യക്തി കുറച്ച് മറുപടി തരാം. എന്റെ മുമ്പിൽ പറഞ്ഞ വ്യക്തി എവിടെയാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വയനാട്ടിലാണ് ജീവിക്കുന്നത്. ഇവിടെ വരികയാണെങ്കിൽ കൃത്യമായി വനത്തിൽ നിന്ന് ജനങ്ങളെ ഇറക്കി വിട്ട സ്ഥലങ്ങൾ അനേകം ഞാൻ കാണിച്ചു തരാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്ററിൽ താഴെ ദൂരമുള്ള പല സ്ഥലത്തു നിന്നും ജനങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട്. വെറും 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് റീബിൽഡ് കേരള അഥവാ നവകിരണം, നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇത് രണ്ടും കാണാൻ പറ്റും. നവകിരണം സ്കീം വഴിയാണ് ആളുകളെ വിട്ടിട്ടുള്ളത്. വനം ഇവിടെ വർദ്ധിച്ചു വരികയാണ്. എല്ലാ വർഷവും കേരള ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, കേരള ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടും പുറത്തുണ്ട്. ആ റിപ്പോർട്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ വനം ഇവിടെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 15 ലക്ഷം രൂപ എന്ന നഷ്ടപരിഹാരം കൊടുത്ത് ആളുകളെ ഇറക്കി വിട്ട് ആണ് ചെയ്യുന്നത്. അതുവഴി കഷ്ടപ്പെടുന്ന അനേകം ആൾക്കാരെ എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇവിടെ വനവൽക്കരണം നടക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് പുറത്തേക്കും കൂടെ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വയനാട്ടിൽ വരികയാണെങ്കിൽ കൃത്യമായിട്ട് വനവൽക്കരണം നടക്കുന്നു. രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു. VP സജീന്ദ്രൻ, ഈ നോക്കൂ, ഇവിടെ കിഫ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കാണൂ. നിങ്ങൾ സമരം ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ മുഴുവൻ വൈകാരികതയെ നിങ്ങൾ ഏറ്റെടുത്തു, ജനങ്ങളുടെ മുഴുവൻ ആവശ്യത്തെ നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്നൊന്നും അവർ വിചാരിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് വയനാടിൻ്റെ ആകെ പ്രതിനിധാനമുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണല്ലോ. അദ്ദേഹം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല, എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ മരിച്ച ആളെ കാണാൻ വന്നിട്ടുണ്ട്, ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതല്ലാതെ പാർലമെന്റിൽ അദ്ദേഹം ഈ വിഷയത്തിൽ സവിശേഷമായ ഒരു ഇടപെടലും വയനാട് പോലൊരു മണ്ഡലത്തിൽ വന്നിട്ട് നടത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ത് തരം നാടകമാടുകയാണ് എന്ന വിമർശനം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇത് ഈ കേരള നിയമസഭയിലെ നിയമനിർമ്മാണമല്ലല്ലോ നടന്നത്, ഇന്ത്യൻ പാർലമെന്റിലെ നിയമനിർമ്മാണമല്ലേ നടന്നത്. ഇന്ത്യൻ നിയമനിർമ്മാണത്തിൽ ഇന്ത്യൻ പാർലമെന്റിലെ നിയമം നിർമ്മിക്കുമ്പോൾ ഇന്ത്യയിലെ മൊത്തത്തിലൊരു രാജ്യമെടുത്താണ്, അല്ലാതെ ഒരു ചെറിയ ജില്ലയിലെ ഒരു ഭാഗം എടുത്തിട്ട് ചർച്ചയിൽ പങ്കെടുക്കാനോ ഭേദഗതികൾ കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം ബാധിക്കാനോ പറ്റില്ല. അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. രാജ്യത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം കൂട്ടായി ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ഇത് കൂട്ടായി ചെയ്യേണ്ട ഒരു നിയമനിർമ്മാണം, ഒരു മാറ്റം വരണമെന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട 4 ചർച്ചക്കാരും ഒരുപോലെ ഡിസ്കഷൻ ഇരിക്കുന്ന 4 പേരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ കാലഘട്ടത്തിൻ്റെതായ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, മനുഷ്യരുടെ ജനസംഖ്യ കൂടുന്ന പോലെ കാട്ടിലെ മൃഗങ്ങൾ കൂടി. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അതിനനുസരിച്ചുള്ള നിയമം ഉണ്ടാകണം. ഇപ്പൊ ഞങ്ങളിവിടെ പ്രതിഷേധിക്കുന്ന എന്തിനാ? കേരളത്തിൽ ഞങ്ങൾ പ്രതിഷേധിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോൾ നിലവിലുള്ള 10 ലക്ഷമെങ്കിലും കൊടുക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ മരണപ്പെട്ട ഇടുക്കിയിലെ 3 പേർക്ക് 50,000 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് 10 ലക്ഷം രൂപ പോരാ. ഇത് വെറും നഷ്ടപരിഹാരം ചെറിയ തുകയാണ്, 43 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. ഞങ്ങൾ സമരം ചെയ്യാതിരുന്നാൽ ഈ പറയുന്ന തുക കൊടുക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ വയനാടിന്റെ ചുമതലയുള്ള ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി അവിടേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ജനങ്ങളോട് ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു, അവിടുത്തെ കർഷകരോട് സംസാരിക്കാൻ തയ്യാറായോ? അപ്പോൾ ഞങ്ങൾ സമരം ചെയ്യണ്ടേ? ഇന്നലെ എന്തുകൊണ്ടാണ് കോതമംഗലത്ത് രാജീവും റോഷി കൃഷ്ണനും വന്നത്? ഞങ്ങൾ സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ വയനാട്ടിലെ പോലെ തന്നെ അവിടേക്ക് മന്ത്രിമാർ വരില്ല, അവർക്ക് വരാൻ മടിയാണ്. ഇന്നലെ പണം കൊടുക്കാൻ കാരണം എന്താ? പാർലമെന്റ് ഇലക്ഷൻ തൊട്ടു മുമ്പിൽ നിൽക്കുകയാണ്.
അല്ലെങ്കിൽ പണം കൊടുക്കുകയില്ല. പണം എന്ന് പറയുന്നത് വണ്ടിച്ചക്കാരിക്കും ട്രഷറിൽ 5 പൈസ പോലുമില്ല. അത് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. എങ്കിലും പണം കൊടുക്കാൻ തയ്യാറായതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സർക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വനം വകുപ്പ് മന്ത്രി ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷമായ ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഇങ്ങനെ ഒരു വനം വകുപ്പ് മന്ത്രിയെ കേരളത്തിൽ വെച്ച് പൊറിപ്പിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല? അതോ മനുഷ്യജീവനയുടെ വിലയില്ലെന്നാണോ പറയുന്നത്? ആകപ്പാടെ ഇടുക്കി ജില്ലയിൽ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ പിടിച്ചുകൊണ്ടുപോയി തമിഴ്നാട്ടിൽ കൊണ്ട് വിട്ടത് മാത്രമാണ് ആകെ ചെയ്തത്. അതിന് ചെലവഴിച്ച തുകയുണ്ടായിരുന്നെങ്കിൽ അതിനെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കാമായിരുന്നല്ലോ. ആ ആന വീണ്ടും തിരിച്ചു വന്നില്ലേ? ഇപ്പോൾ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന നടക്കുന്നു. മൂന്നാറിൽ പടയപ്പ എന്ന് പറഞ്ഞ ആന നടക്കുന്നു. ആ പടയപ്പ ഇപ്പോൾ വയലന്റ് ആയിട്ട് നടക്കുന്നു. എന്തുകൊണ്ടാണ് വനം വകുപ്പ് നോക്കി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് വനം വകുപ്പ് മന്ത്രി നടപടിയെടുക്കാൻ വനം വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥന്മാരോട് പറയാത്തത്? മയക്കുപിടി വെച്ച് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ട് പുനരധിവസിപ്പിക്കണ്ടേ? ജനങ്ങൾ പരാതി പറയുന്ന വനമേഖലയിൽ കർഷകർ പരാതി പറയുന്ന സ്ഥലത്ത് കർഷകരോട് പരാതി പറയുമ്പോൾ വളരെ ലഘുവായി അത് കേട്ടിട്ട് പോകുന്ന ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ ഉള്ളൂ. ഇവിടെ കർഷക പ്രതിനിധിയായ ആള് പറഞ്ഞല്ലോ ഉണ്ടാക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ നിന്നാൽ അതിന്റെ ഫർദർ പ്രൊസീഡിങ്സ് വരുമ്പോൾ ഹൈക്കോടതി വരും, കോടതി വന്നിട്ട് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും. അത് വലിയ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ ഒരു ന്യായം പറഞ്ഞ് നമ്മൾ ഈ പ്രശ്നത്തിൽ നിസ്സംഗഭാവം നടിക്കാൻ ഉദ്ദേശിക്കുകയാണോ? കേന്ദ്ര സർക്കാരിനെ ഇതിൽ ഇടപെടിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ട്രാൻസ്ലൊക്കേഷൻ, അപകടം ഉണ്ടാക്കുന്ന, നിരന്തരമായ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ജീവിയെ നമുക്ക് സ്ഥലം മാറ്റാൻ കഴിയും, കൊല്ലാൻ കഴിയും. ഈ സാഹചര്യമൊക്കെ നിങ്ങൾ നിയമപരമായ ഇത്തരം പ്രൊവിഷൻസിനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഹൈക്കോടതി പിന്നീട് വല്ല ചോദ്യവും ചോദിച്ചു കളയുമോ, സുപ്രീം കോടതി നമ്മളോട് കീറി മുറിക്കുമോ എന്നതൊക്കെ ഒരു നിലനിൽക്കുന്ന ഒരു ഡിഫൻസ് ആണോ ശ്രീ സമ്പത്ത്? അതെ, ഇതിൽ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ ചില ചങ്ങാതിമാർ പറഞ്ഞതിൽ ചില ഫാക്ച്വൽ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വിരൽ ചൂണ്ടിയത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഈ വന്യജീവി സംരക്ഷണ നിയമവും ഫോറസ്റ്റ് ആക്റ്റും രണ്ടും രണ്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു ചങ്ങാതി പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഇടതുപക്ഷം എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞ അതിൽ ഇപ്പോൾ സഖാവ് ബിനോയ് വിശ്വം ശരിയാണ്, അദ്ദേഹം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഫോറസ്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ചില ഭേദഗതികൾ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെ കൊണ്ടുവരാനായി ശ്രമിച്ചത്, ഞാൻ 2 മിനിറ്റ് കൊണ്ട് ചുരുക്കുകയാണ്, അങ്ങനെ കൊണ്ടുവരാനായി ശ്രമിച്ചത് വൻകിട കോർപ്പറേറ്റുകൾക്ക് നിക്ഷിപ്ത വനങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ മൈനിങ് നടത്തുന്നതിന് അവിടെ നിന്ന് ആദിവാസി വിഭാഗത്തെ അടക്കം അവിടെ നിന്ന് മാറ്റി, പുനരധിവാസമെന്നോ മറ്റെന്ത് പേര് അതിൻ്റെ നോമൻക്ലേച്ചർ എന്ത് കൊടുത്താലും അത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം വി കോൾ അവർ സെൽസ് സിവിലൈസ്ഡ് പീപ്പിൾ, അത്തരം കാര്യങ്ങൾ പാവപ്പെട്ട ആദിവാസികളായി കാട്ടിനകത്ത് ജീവിക്കുന്നവർ, അവർ തന്നെ പരമ്പരകളായി താമസിച്ചിരുന്ന ആളുകളെ അവിടെ ഈ വലിയ മൈനിങ് കമ്പനികളെല്ലാം വന്ന്, ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, അത്തരത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്, അത് ഭരണഘടനയുടെ ലംഘനം കൂടിയാണ്, ബ്ലാറ്റന്റ് വയലേഷൻ ഓഫ് ദ ലോസ് ആണ്. അതിന് നിയമപരമായ പ്രാബല്യം നൽകുന്നതിന് ഫോറസ്റ്റ് ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെൻറ് പറയൂ താങ്കൾ. വേറെ എന്തോ എൻ്റെ ചെവിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരായി ഇടതുപക്ഷ MP-മാർ നിലപാടെടുത്തു. ഞാനിപ്പോൾ ഇത് പറയുന്നതിന് ഒറ്റ സെക്കൻഡ് സമ്പത്ത് പ്ലീസ്. ഇപ്പോൾ താങ്കളുടെ പോയിന്റ് ഉന്നയിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാനുള്ള ടൈമായി വരുന്നതാണ്. പിന്നീട് ഇത് വളരെ കൃത്യമാണ്. ബിനോയ് വിശ്വം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന നെറ്റിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ബിനോയ് വിശ്വം 72 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ എന്താണ് പറഞ്ഞതെന്നുള്ള എല്ലാവർക്കും കാണാൻ സാധിക്കും. ഫോറസ്റ്റ് ആക്ടിന്റെ അമെന്റ്മെന്റിൽ അല്ല, അത് 72 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലാണ്. ഇനി സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം, അവനിയുടെ കേസ് പറഞ്ഞു. അവനിയുടെ കേസ് പലപ്പോഴും ഇവർ ചൂണ്ടിക്കാണിക്കുന്നതാണ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചു മാറാൻ വേണ്ടി പലതവണ പലരും പറയുന്നതാണ്. അവനിയുടെ കേസിൽ എന്താണ് അവനിയുടെ കേസിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നവാബ് സത്താഫ് എന്ന് പറയുന്ന ഹണ്ടർക്കാണ് അവനിയെ കൊല്ലാനുള്ള പെർമിഷൻ കൊടുത്തത്. പക്ഷേ അഷ്ഗർ എന്ന് പറയുന്ന ഈ ഹണ്ടറുടെ മകനാണ് ചെയ്തത്. തന്നെയല്ല, പല ക്ലിയർ വയലേഷൻസും ഉണ്ടായിരുന്നു. NTCയെ തന്നെ വളരെ കൃത്യമായിട്ട് വയലേഷൻസ് സാഹചര്യമുണ്ടായിരുന്നതുകൊണ്ടാണ് അത് എല്ലാ കേസിലും ഉണ്ടാകുന്ന ഒരു സംഗതിയാണെന്ന് പൊതുവൽക്കരിക്കരുതെന്ന പോയിന്റാണ് പോൾ മുന്നോട്ട് വെക്കുന്നത്. ശ്രീ സമ്പത്ത്, തീർച്ചയായിട്ടും അതെ, ഞാനൊന്ന് മുഴുമിപ്പിച്ചോട്ടെ. അദ്ദേഹം തന്നെ, ഞാൻ പറഞ്ഞത് തന്നെ, അദ്ദേഹം അവിടെ വരികയാണ് ഈ പറയുന്ന കാര്യത്തിലേക്ക്.
ഇവിടെ ഈ ഫോറസ്റ്റ് ആക്ടിൻ്റെ കാര്യത്തിൽ ഇത് ഞാൻ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമത്തിൻ്റെയും ദേവസ്വം പാർലമെൻ്ററി കാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഖാവ് രാധാകൃഷ്ണൻ തന്നെ ബന്ധപ്പെട്ട യൂണിയൻ ഗവൺമെൻറ് മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്തെഴുതി. ഒന്ന്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മുടെ വനംവകുപ്പ് മന്ത്രി അടക്കം ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയുമായി ഇക്കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു. നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഞാൻ ഈ 72-ലെ വന്യജീവി സംരക്ഷണ നിയമത്തെ സംബന്ധിച്ച് പറയാൻ കാരണം, ഇപ്പോൾ സജീന്ദ്രൻ അടക്കമുണ്ടല്ലോ, നമ്മൾ കേരളത്തിൽ നിന്ന് 18 ഇപ്പോൾ കേരളത്തിലെ MP മാർ, നിലവിലുള്ള MP മാരിൽ ബഹുഭൂരിപക്ഷവും UDF-ൻ്റെ MP മാരാണ്. ഓരോരുത്തരും എന്താ ചെയ്തതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത് നമുക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തമാണല്ലോ. 72-ലെ നിയമം വരുന്നത് തന്നെ 11 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളുടെ ആ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയത്തിൽ ലെജിസ്ലേഷൻ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്, അതിന് മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, ശ്രീമതി ഗാന്ധി അന്നത്തെ ഗവൺമെൻറ് ആ പ്രധാനമന്ത്രി ആയിരിക്കുന്ന വേളയിലാണ് അത്തരത്തിൽ ഈ ഒരു നിയമനിർമ്മാണം വരുന്നത്. അതിനുശേഷം ഇതിലൊരു ഭേദഗതിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ ഭേദഗതി സമൂലമായി വരാതെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഇപ്പോൾ റേഡിയോ കോളർ ഫിറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടോ അതല്ല ഇതിനെ ട്രാക്കിംഗ് മറ്റു കാര്യങ്ങൾ നടത്തുക എന്നൊക്കെ ഉള്ളത് പറയുമ്പോഴോ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത് വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് എന്നുള്ള നിലയിലേക്കല്ല ഇത് പോകേണ്ടത്. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്നുള്ള നിലയിലേക്ക്, ഇപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഒരു കുഴപ്പവുമില്ല അത്തരം കാര്യങ്ങൾ. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലും തൊട്ടുവടക്ക് കർണാടകയിലും നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് നമ്മുടെ ചങ്ങാതിമാർ ആരും ഒന്നും പറഞ്ഞില്ല. കൂടി പക്ഷേ അടിയന്തര സ്വഭാവമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ, ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ, ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിക്കപ്പെടുമോ എന്നാണ് ഏറ്റവും മൗലികമായ ചോദ്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീ എ സമ്പത്ത്, ഹരിദാസ്, VP സജീന്ദ്രൻ, ശ്രീ പോൾ മാത്യൂസ് ഈ ചർച്ചയിൽ പങ്കെടുത്തു.